താമരശ്ശേരിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. പ്രതി ആഷിഖ് നേരത്തെ 2-3 തവണ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി താമരശ്ശേരി CI അറിയിച്ചു. ആഷിഖ് അമ്മയോട് നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കുവാനും അയാൾ ആവശ്യപ്പെടുമായിരുന്നു. അതിന് അമ്മ വഴങ്ങിയില്ല. അതിന് അമ്മയെ കൊല്ലണമെന്ന് ചിലരോട് ആഷിഖ് പറഞ്ഞിരുന്നതായും താമരശ്ശേരി CI മാധ്യമങ്ങളോട് പറഞ്ഞു. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു പ്രതിയുടെ പ്രതികരണം. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പ്രതി ഒരു കൂസലുമില്ലാതെയാണ് നിന്നത്. ലഹരി ഉപയോഗം വൈദ്യപരിശോധനയിൽ എന്തായാലും തെളിയും. ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കി എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കൊലപാതകത്തിന് ശേഷമുള്ള മകന്റെ പ്രതികരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. താമരശ്ശേരി ഇരിങ്ങാപ്പുഴയ്ക്ക് സമീപം ചോഴിയോട് ഇന്നലെയാണ് നാടിന് നടുക്കിയ ആ ക്രൂര കൊലപാതകം നടന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയായിരുന്ന സുബൈദയെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊട്ടിക്കാനെന്നും പറഞ്ഞ കൊടുവാൾ വാങ്ങിയാണ് ആഷിഖ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം വീട്ടിൽ ഒളിച്ചിരുന്ന ആഷിഖിനെ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത്. സുബൈദയുടെ സഹോദരി സക്കീനയുടെ ചോയോട്ടെ വീട്ടിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ശേഷമാണ് സംഭവം നടന്നത്. മസ്തിഷ്ക അർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു. അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ ചോദിച്ചു വാങ്ങിയ ശേഷം വീട്ടിനകത്ത് കയറി സുബൈദയെ ആഷിഖ് വെട്ടിക്കൊല്ലുകയായിരുന്നു. കഴുത്തിന് പലതവണ മാരകമായി വെട്ടുകളേറ്റ സുബൈദ തക്ഷണം മരിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രതിയെ കെട്ടിയിട്ട് താമരശ്ശേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിഖും കഴിയുന്നത്. +2 ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിഖിനെ ചേർത്തിരുന്നു. കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയായി. അന്നു മുതൽ സുബൈദയ്ക്ക് പ്രതിസന്ധിയും തുടങ്ങി. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. പിന്നീട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ വരെ ആഷിഖ് കഴിഞ്ഞു. ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരുവിൽ നിന്നെത്തിയ ആഷിഖ് 4 ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ആഷിഖ് പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയ സമയത്താണ് ആഷിഖ് തന്റെ ഉമ്മയെ ഈ കൊടും കൊല ചെയ്തത്.